മാഷേ മാഷേ ആ, എന്താണ് മാഷേ എന്താണ് സുഖഭേദണ്ടാ? ആ ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ നന്നായി. നല്ല അതെ, നല്ല ഡോക്ടറാ. എന്താ പാടാ ഡോക്ടർ? നല്ല ഡോക്ടറാണ്. തീരെ വയ്യ. കുരുവായിട്ടുണ്ടാ? ബ്ലഡ് വരുന്നുണ്ടാ? വലിയ കുരു, ഇരിക്കാനൊന്നും പറ്റില്ലക്ക്. അതെ, എന്താ പാട് ഡോക്ടർ? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, നല്ല ഡോക്ടറാണ്. ഒരു കാര്യം ചെയ്തോണി, ഇന്ന് എന്നെ വന്നിട്ട് ഇത് അധികം വൈകിക്കണ്ട. ഇത് അധികം വൈകിച്ചാൽ പിന്നെ ഫിസ്റ്റുലായിട്ട് മാറും. അത് മാറാൻ നമുക്ക് ഇരിക്കാനും പൊതുക്കാനും പറ്റില്ല. ബ്ലഡ് ഇങ്ങനെ പൈസ അത്യാവശ്യം പൈസ കുറവാണ്. നിന്റെ പേരും പറഞ്ഞോളി. എന്തായാലും ഞാൻ ഇന്ന് പോയാലും നടക്കുമോ? നടക്കും. വന്ന് ശനിയാഴ്ച അല്ലേ, ഒന്ന് നടക്കും. പെട്ടെന്ന് ഉണങ്ങും. ഉണങ്ങും. പിന്നെ ഒരൊറ്റ കാര്യം ഡോക്ടറോട് പ്രത്യേകിച്ച് പറയണം. എന്താ വെച്ചാല് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 2 തുള്ളി മരുന്ന് ഇട്ടിക്കേണ്ട പരിപാടി ഉണ്ട്. മാറാനല്ലേ? അത് വേണ്ട, പൊറുക്കൂല, സഹിക്കാൻ പറ്റൂല. മരുന്ന് 2 തുള്ളി മരുന്ന് ഇട്ടിക്കണ്ട അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും കുഴപ്പമില്ല. നമ്പർ വാട്സപ്പ് ചെയ്ത് ഞാൻ വാട്സപ്പ് ചെയ്തോണ്ട് മരുന്ന് 2 തുള്ളിയില്ല മരുന്ന് ഇട്ടിക്കണ്ട. അത് എന്തായാലും പറയാം. പോയിക്കോളി. ഞാൻ പോട്ടെ. എന്റെ പേര് പറഞ്ഞോളി. പറയാം. ശരി. പേര് സന്തോഷ് കുമാർ തിരൂര് അല്ലേ? ശരി, ഓക്കെ. സന്തോഷ് എത്ര വർഷമായി തുടങ്ങിയിട്ടപ്പോൾ? 6 വർഷമായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആണ്. അപ്പോൾ കുരു നല്ല ഉണക്കമുണ്ട്. അപ്പം ഇനി ഒരു കാര്യം ചെയ്യാം സന്തോഷ്. ഇതൊരു ഓയിൻമെൻ്റ് ആണ്. ഇത് ഒരു ദിവസം ഒരു 3 തവണ ചൂടുവെള്ളം കൊണ്ട് കഴുകുക, വെറുതെ കഴുകി കൊടുത്തിട്ട്. എന്നിട്ട് ഒരു 3 തവണ തേക്കുക കേട്ടാ. 3 നേരം വെച്ച് തേക്കണേ കേട്ടാ. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് ബുർജ് ഖലീഫ എന്നല്ല, അത് വലിയ കുരു വരുമ്പോഴേ അതിന് മേലെ കടിച്ചു. ചെറിയത് നേരത്തെ അടിച്ചിരുന്നു, അത് കാണാത്തോണ്ട് ടോർച്ച് വലുതാക്കിയതാണ്. ഈ പവറിന്റെ പ്രശ്നം, വേറെ പ്രശ്നമില്ല. അപ്പൊ എന്താ ചെയ്യും? ലിസ്റ്റ് കൊടുത്തില്ലേ? പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, ഒരു ബാലൻ മാഷ് പറഞ്ഞിട്ടാണെന്ന്. ഏതാ ബാലൻ മാഷ്? നമ്മുടെ ചെണ്ടോട്ടം വേണം ബാലൻ മാഷ്. ഐ ഡോണ്ട് നോ സർ, ബാലമാഷ ഏതാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോ നമുക്ക് നമ്മൾ കഴിഞ്ഞ പുത്തനത്താണിക്ക് ഓപ്പറേഷൻ ചെയ്ത ബാലമാഷ ചിലപ്പോ അയാളായിരിക്കും. വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആളാണോ? പിന്നെ സാർ, നമ്മുടെ 7ാമത്തെ റൂമിൽ കിടക്കുന്ന ആ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, അത് കുറച്ച് വേദന കൂടുതലാണെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. പോയിട്ടുണ്ട്. അല്ല, ഡയലിഫ്രസിന്റെ ക്യാപ്സൂൾ ഇല്ലേ? അതെ, ഡയലിഫ്രസ് 2 ക്യാപ്സൂൾ വെച്ച് കൊടുക്കും. ഡയലിഫ്രസ് അത് ഇഞ്ചക്ഷൻ വേണ്ട. ഡയലിഫ്രസ് കണ്ട് 2 ഡ്രോപ്സ് കൊടുക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഓക്കെ. പിന്നെ സാറേ, ഇപ്പൊ പേഷ്യൻസ് നാളത്തേക്ക് നല്ല അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നാളെ ഇപ്പൊ സെക്കൻഡ് സാറ്റർഡേ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് നാട്ടിൽ പോകണേ. അയ്യോ സാർ, നമ്മൾ എന്താ ചെയ്യാനാ? ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യും ഇപ്പൊ? നാളെ ഒരു കാര്യം ചെയ്യാം, ബഷീർ സാറോട് വരാൻ പറഞ്ഞു. ബഷീർ സാർ ഡോക്ടർ നോക്കും. സാർ തന്നെ വേണമെന്നാണ് എല്ലാരും പറയുന്നത്. എന്തൊരു കഷ്ടം സാർ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യന്റിന്റെ അപ്പുറമാണ് എന്റെ ഭാര്യക്കുള്ള മുരിക്കും. ഞാൻ ചെന്നില്ല, അവളെ പ്രഷറാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ആരും വന്നിട്ട് പഠിച്ചു. നമുക്ക് ഇന്നത്തെ കാര്യം അവസാനിപ്പിക്കാം. വിളിക്കൂ. സിസ്റ്റർ, അയാളെ വിളിക്കൂ. ഒന്നോടെ ചാടിക്കാൻ പറ്റുമല്ലോ. എനിക്കിന്ന് നാട്ടിൽ പോണെന്ന് ശനിയാഴ്ച പോയാലേ പറ്റുള്ളൂ. നാട്ടിൽ പോണ്ടേ? സത്യം പറയൂ. സിസ്റ്റർ പറഞ്ഞതിന് പോണില്ല. സിസ്റ്റർ പറഞ്ഞാൽ പിന്നെ പോണില്ല. ഡോക്ടറല്ലേ പറഞ്ഞ എനിക്കൊരു പോയിന്റ് മാല വാങ്ങിത്തരാൻ. ഓണത്തിനല്ല, ഓണത്തിന്റെ ഓഫർ കിട്ടും. ഓണത്തിന് കുറച്ച് മൂലം കൂടുതൽ കയറി നമുക്ക് മാല വാങ്ങാം. ഞാൻ ഏറ്റവും പിന്നെ എഗ്രിയല്ലേ. പിന്നെ ഈ കാലത്താരെ ഞാൻ എന്താ വാങ്ങിച്ചതല്ലേ. ഞാൻ വൈഫിനോട് എങ്ങനെ വാങ്ങി കൊടുക്കുന്നില്ല. അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. ഓക്കെ. ബാലമാഷാണ് നിങ്ങളുടെ നമ്പർ തന്നത്. അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. ബാലമാഷ ഏതാണ്? പുത്തനത്താണിയിലുള്ള. ഇരുന്നോളൂ ശരി.
കെ ബാലമാഷാണോ? 2-ാം തീയതി നോക്കൂ. കെ ബാലമാഷാണോ? 2-ാം തീയതി അല്ലേ? 4-ാം തീയതി. 4-ാം തീയതി. മൂപ്പരാണ് പറഞ്ഞ ഓപ്പറേഷനൊക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ കാണുന്നത്? എന്താ ഇപ്പൊ എന്താ പ്രയാസം? എന്താ തോന്നുന്നത്? എന്താ എങ്ങനെ അത് ചെറുതായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട്. ഓ, നല്ല വേദന ഉണ്ടായിരിക്കും അല്ലേ? ഇരുന്ന് കുഴപ്പമില്ല. ബ്ലഡ് വരുന്നുണ്ടോ? ബ്ലീഡിങ് ഉണ്ടോ? ചോദിക്കാതെ ഞാൻ ചോദിച്ചോളാം. ഇവിടെ തലയുള്ള പാലാട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴും ഒരു ഇടയ്ക്കറി ഇടപെടുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞു. ഇരിക്കും നിങ്ങളോടല്ലേ ഇരിക്കും ഇത് പറയും. ഇരിക്കാൻ അല്ലാതെ കുഴപ്പമില്ല. അന്നേരം എന്താ ബാലമാഷ എന്താ പറഞ്ഞെന്താ? ബാലമാസിക്ക് സുഖപ്പെട്ടുണ്ട്. ബാലമാഷ് വേറെ സംഭവം പറഞ്ഞു. വേറെന്താ സംഭവം? ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഒരു സാധനം 2 തുള്ളി ഇറ്റിച്ച് അത് ഇറ്റിക്കരുന്ന് പ്രത്യേകം പറഞ്ഞു. 2 തുള്ളി മരുന്ന് ഇറ്റിച്ചു? 2 തുള്ളി അത് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം? നമ്മൾ ആദ്യം നമ്മളെ ഇത് കൊടുത്തത് അതല്ലേ? പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ ഈ തുള്ളി മരുന്ന് ഇറ്റിച്ച് ഓപ്പറേഷൻ ശേഷം ഏതായാലും തുള്ളി മരുന്ന് ഏതാണ്? ലിസൻസ് ആണോ? അല്ലല്ലോ. അല്ല സാർ, 4-ാം തീയതി കറണ്ട് പോയ സമയത്തെ നമ്മള് ബാലമാഷ്ട ചെയ്തിട്ടായിരുന്നു. പറ്റില്ല. ഓ, അത് ഒറ്റിക്കാതെ നമുക്ക് ഓപ്പറേഷൻ സക്സസ് ആക്കാം കേട്ടോ. ഓക്കെ, മൊത്തം 4,000 വരിക. ഇത് കഴിഞ്ഞതിന് ശേഷം 2,000 പേയ്മെന്റ് ചെയ്യാം. ആദ്യം ഒരു അഡ്വാൻസ് 2,000 ചെയ്യാം. സക്സസ് ആവുകയാണെങ്കിൽ ബാക്കി 2,000 കൂടി ചെയ്യും. 4,000 എടുക്കാം. അത് മാറൂലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞോട്ടെ സാർ. പറഞ്ഞോളൂ. ആദ്യം നിങ്ങൾ 2,000 അടക്കുക. പിന്നെ സക്സസ് ആകുകയാണെങ്കിൽ മാത്രം നിങ്ങൾ 2,000 തന്നാൽ മതി. ഞങ്ങളുടെ സർവീസ് അങ്ങനെയാണ്. അപ്പൊ പരമാവധി ആളുകൾ ഇവിടെ 2,000 തന്നെ തരാറുള്ളൂ. ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. സാർ ബുർജ് ഖലീഫെ അല്ലാതെ വലിയ ചന്തി വരും പഠിച്ചു നോക്കാനുള്ള. വലിയ സാധനം വരും പഠിച്ചു നോക്കാനുള്ള. അല്ല വലിയ പുരി വരും പഠിച്ചു നോക്കാനുള്ള. അത് മതി. റെഡി? സൈലൻസ്. അല്ലാതെ കോൺസെൻട്രേറ്റ് അല്ലേ? റെഡി? ഇപ്പൊ ഒന്ന് ഇരിക്കാം. സാർ എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ സാർ, ഡൗട്ട് പോവാം. ഓക്കെ, ഞാനിലുണ്ടോ? തേച്ചാൽ ഇനിയിപ്പോ തേച്ചാൽ ഞാൻ വരണോ? അല്ല സാർ, ഞാൻ തന്നെ തേച്ചോളാം. ഇപ്പൊ തേച്ചാൽ ഞാൻ വരണോ? ഓണത്തിനല്ല, ഓണത്തിന്റെ ഓഫർ കിട്ടും. ഓണത്തിന് കുറച്ച് മൂലം കൂടുതൽ കയറി നമുക്ക് മാനവാക്കാം. ഓക്കെ, ഓപ്പറേഷൻ കുറച്ച് ബാലമാഷ പറഞ്ഞു. അതെ, നമ്മളൊരു പരിധിയിലാണ് കളിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോരുത്. പോവരുതട മോന്റെ ഇങ്ങോട്ട് കയറിങ്ങുവാ. ആയിരിക്കണം കേട്ടാ. അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ച എന്താ ഇവിടെ നടന്നത്? സന്തോഷേട്ടൻ നീച്ചോ 1 more 1 പോ. അതെ, അപ്പൊ അതന്നെ ഓണം. അപ്പൊ പെട്ടെന്ന് വിളിച്ചു കയറി. അധികം സിംഗാര അവിടെ ഇരിക്കാം. മാക്സിമം അടുത്തേക്ക് ഇരിക്കാം. കണ്ടേ, ഇപ്പൊ നമ്മള് ഇത് കിടക്കാണേ. ഇത് അല്ല പിന്നെ ആയിട്ടില്ല. ഒന്ന് ലൈവ് ആവട്ടെ. ഒന്ന് ലൈവായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം 2,000 പേയ്മെന്റ് ചെയ്യാം. ആദ്യം ഒരു അഡ്വാൻസ് 2,000 ചെയ്യാം. സക്സസ് ആവുകയാണെങ്കിൽ ബാക്കി 2,000 കൂടി ചെയ്യും. 4,000 എടുക്കാം. അത് മാറൂലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞോട്ടെ സാർ. പറഞ്ഞോളൂ. ആദ്യം നിങ്ങൾ 2,000 അടക്കുക. പിന്നെ സക്സസ് ആകുകയാണെങ്കിൽ മാത്രം നിങ്ങൾ 2,000 തന്നാൽ മതി. ഞങ്ങളുടെ സർവീസ് അങ്ങനെയാണ്. അപ്പൊ പരമാവധി ആളുകൾ ഇവിടെ 2,000 തന്നെ തരാറുള്ളൂ. ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. നിങ്ങൾക്ക് 2,000 ചെലവാകുള്ളൂ. സ്ട്രിക്കോമാനോസിന് നമ്മൾ മുൻപ് കൊടുക്കും സർ. അതിനുശേഷം നമ്മൾ പിന്നെ ആന്റിബയോട്ടിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ ഈ 2 തുള്ളി മരുന്ന് ഏതാണ്? പിന്നെ ഈ 2 തുള്ളി മരുന്ന് സാറേ, നമ്മളന്ന് കറണ്ട് പോയ സമയത്തെ മെഴുകുതിരി കണ്ടിട്ടില്ലായിരുന്നോ? പേടിക്കണ്ട, മെഴുകുതിരിയൊക്കെ നിർത്തി. ഇവിടെ ജനറേറ്റർ ചാലുവായി കഴിഞ്ഞില്ലേ?